ഏവർക്കും നമസ്കാരം. ഞാൻ അജിത് അംബേദ്കർ ഗ്രാമമാണ്. എൻ്റെ ഒപ്പമുള്ളത് നേരത്തെ നമ്മുടെ ഒരു വീഡിയോ, രണ്ട് വീഡിയോയ്ക്കും വേണ്ടി ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എനിക്കൊപ്പം. അതിലൊരു വീഡിയോ തുടക്കത്തിൽ വേടൻ്റെ കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിമർശനങ്ങൾക്ക് മറുപടി എന്നോണമാണ്. അനീഷ് എന്നാണ് പേര്. അനീഷ് അന്ന് ഒരു മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നാണ് അനീഷ് വരുന്നത്. ഇന്നും ഏകദേശം ഒരു രാഷ്ട്രീയ സാമൂഹിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തമ്മിലുള്ള ഒരു ചർച്ച മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അനീഷിനെ നേരത്തെ പരിചയമുണ്ടെങ്കിലും അനീഷിനെ ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം, എൻ്റെ പേര് അനീഷ്. ഞാൻ ഈ പഠനം ഗോത്ര സംസ്കാരമായിട്ടുള്ള പഠനങ്ങളും അതുപോലെ സാമൂഹികപരമായിട്ട് ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രധാന കാരണം, ഒരു 2 ദിവസം മുമ്പാണ് ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ആ വീഡിയോ കാണുന്നതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ വീഡിയോയ്ക്ക് റിപ്ലൈ എന്നുള്ള രീതിയിൽ എനിക്ക് നേരിട്ട് ആ ഒരു വീഡിയോയ്ക്ക് മറുപടി കൊടുക്കണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ആ വ്യക്തി, വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്ന വ്യക്തി, കേവലം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറുപടിയോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഭിപ്രായങ്ങളോ സ്വന്തം ഒരു നിലപാടല്ല അത്. നമുക്കറിയാം, കേരളത്തിലെ സംഘപരിവാരം ഏകദേശം ഒരു 2-3 മാസക്കാലയളവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കലാമേഖലയിൽ, അതായത് വേടൻ്റെ നിലവിലെ കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വൻ ആക്ഷേപങ്ങളാണ് തൊടുത്തുവിടുന്നത്. എങ്കിൽ തന്നെയും ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് RSS ശാഖകളിൽ അവർ പഠിപ്പിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ്. 100% അത് തന്നെയാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിനാണ്? നിങ്ങൾ ഇരവാദം ഇറക്കി ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മറ്റുള്ളവർ ജീവിത വിജയത്തിനായി അധ്വാനിക്കുകയാണ്. അതല്ലേ എല്ലാവരും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. നിങ്ങളുടെ കഴിവുകേടിനും മറ്റുള്ളവരുടെ മേലെ കുതിര കയറിയിട്ട് ഒരു കാര്യമില്ല. ഇരവാദം ഇറക്കാതെ ഉള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കും. കഞ്ചാവ് കേസിൽ പിടിച്ചതിന് ജാതിക്കാട് തൊലിയുടെ നിറവ് നിറയ്ക്കുള്ള ഇരവാദം ബാധിക്കുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ലൈഫ് ഷുഡ് ബി ഗ്രേറ്റ് റാദർ ദാൻ ലോങ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി ലൈഫാണോ വേണ്ടത്, അത് ഇരവാദം പറഞ്ഞു ഷുഡ് ബി ഗ്രേറ്റ് റാദർ ദാൻ ലോങ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി ലൈഫ്, അതായത് ഇത് ഈ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഈ വീഡിയോയുടെ തുടക്കം മുതൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് പറയാതെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം കുറെ നാളായിട്ട് കേട്ട് ശീലിച്ച കാര്യങ്ങളാണ്. ജാതി, മതം, അവർണൻ, സവർണൻ, നിറമുള്ളവൻ, നിറമില്ലാത്ത, കഴിവുള്ളവൻ, കഴിവില്ലാത്തവൻ, കുറെ നാളായിട്ട് കേൾക്കുന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സവർണ മേധാവിത്വം. ഞാനൊരു നായര് ജാതിയിൽ ജനിച്ചവനാണ്. അതായത് ഈ മാന്യ RSS പക്ഷപാതിയായിട്ടുള്ള ഈ വ്യക്തിയുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ജാതി അല്ലെങ്കിൽ വലിയവൻ, ചെറിയവൻ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾക്ക് കാരണം കേരളത്തിലെ ദളിത് സമൂഹമാണെന്നാണ് ഈ മാന്യ വ്യക്തി പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ത്യൻ ജാതി വ്യവസ്ഥയും ദളിത് സമൂഹവും തമ്മിൽ എങ്ങനെയാണ്, അതിന്റെ ഒരു നിർമ്മാണ പ്രക്രിയയിൽ എന്ത് പങ്കാണ് ദളിത് സമൂഹത്തിനുള്ളതെന്ന് മാന്യ വ്യക്തി ഒന്ന് തുറന്ന് സംവദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജാതി വ്യവസ്ഥയെ നിർമ്മിച്ചത് ആരാണെന്ന് കൂടി ഈ പറയേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരും തന്നെ നിർമ്മിച്ചെടുത്തതല്ല. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉള്ളതിൽ നിലവിൽ വസ്തുതയാണത്. അതിനെ നമ്മൾ തുറന്നു കാട്ടുകയും അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ് നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ നിലവിൽ ഇപ്പോൾ വേടന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഉതിർത്ത് വിടുന്ന ഓരോ വാക്കുകളും എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ നവോത്ഥാന പ്രക്രിയയിൽ ഇവിടുത്തെ RSSനും സംഘപരിവാറിനും അല്ലെങ്കിൽ അവർക്കുള്ളിൽ നിൽക്കുന്ന ജാതി മേൽക്കോയ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെതിരെയാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ പോലുള്ള നവോത്ഥാന നേതാക്കൾ പോരാടിയിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള അതേ വഴിയിൽ തന്നെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഇനി സംവദിക്കുക. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ എന്താണ് അനീഷ് ഇവർ പറയുന്നത്, അതായത് RSS പക്ഷം പറയുന്നത് കേരളത്തിൽ ജാതി വ്യവസ്ഥയെ ഉയർത്തുന്നതിൽ ദളിതർക്ക് വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? സാമൂഹ്യപരമായിട്ടുള്ള മേഖലയിൽ എൻ്റെ പ്രവർത്തനം വെച്ചിട്ട് നോക്കിയിട്ട് അത്ര അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് മാത്രമല്ലല്ലോ, അതായത് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നതും വേർതിരിവ് ഉണ്ടാക്കുന്നതും ഈ ജാതിയെ ഫോളോ ചെയ്യുന്നതും നമ്മളാണെന്ന് തന്നെയാണ് ഈ RSS പക്ഷപാതി പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്കത് പറഞ്ഞേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഇതുകൊണ്ടില്ല, അവർക്കത് പറഞ്ഞേ പറ്റൂ. ഇല്ല എന്നുള്ളതും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളാണ് അത് കൊണ്ടുവരിക എന്നുള്ളതും അവരത് പറയുന്നില്ല എന്നുള്ളതും ഒക്കെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അല്ലാതെ ഈ വേറെ രീതിയിൽ അവർക്ക് പറയാൻ കഴിയത്തില്ലല്ലോ. പക്ഷെ ജാതി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഉത്ഭവിച്ചതും അതിന്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വേടനെ പോലുള്ള ആൾക്കാർ ഒരു ശരിക്കും പറഞ്ഞ വേടൻ എന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങള് രക്തം തിളക്കി ശരിക്കും പറഞ്ഞ വേടൻ എന്ന് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അന്നേരം അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് അദ്ദേഹം പറയുന്നുള്ളതാ. അതായത് ഈ പുതിയ വരുന്നൊരു തലമുറ ഇത് അറിയേണ്ട കഥയുണ്ട്. കാരണം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ല, അതെല്ലാം മൺമറഞ്ഞു പോയതാ എന്ന് പറയുന്ന സ്ഥലത്ത് നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഏത് മേഖലയിലായാലും അത് ഒരു ലോ ക്ലാസ് ലെവലിലാണ് ഇന്നത്തെ. അല്ല, ഈ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം? ഇദ്ദേഹത്തിന്റെ നാട്ടില് ഈ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളിലൊന്നും തന്നെ വലുതായിട്ട് ഇത് പ്രകടമാകില്ല. കാരണം സ്വന്തം വീടിനടുത്തുള്ളവരെ ഒന്നും തോളെ കൈയിട്ടിട്ട് ജാതിയുടെ പേര് മാറ്റി നിർത്തത്തില്ല. അതായത് സ്വന്തം നാട് വിട്ട് കേരളത്തിന് ജില്ല വിട്ടോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴാണ് ഇവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അന്യരാണെന്ന് തോന്നുന്നത്. അതായത് ഇപ്പൊ ഈ വ്യക്തി പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ ഉടനീളം ജാതിയെ കൊണ്ട് ചുമന്ന് നടക്കുന്നത് ദളിത് സമൂഹമാണെന്നാണ് പറയുന്നത്. നമ്മളൊരു ഉദാഹരണം എക്സാമ്പിൾ പറയാം. അതായത് ഒരു 10-20 പേര് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് വെച്ചോ. അപ്പോ അവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ ജാതി വാലില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണെന്ന് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇവരുടെ ജാതി ഏതാണെന്ന്. ഇപ്പൊ ബിനു, സുനി, അല്ലെങ്കിൽ ദീപക്, മഹേഷ് ഈ പോലെയുള്ള പേരുകള് ഉള്ള വ്യക്തികൾ അവിടെ നിൽക്കുന്നതിനിടയിലേക്ക് ഒരു രാധാകൃഷ്ണ പിള്ള അങ്ങോട്ട് കയറി വരുമ്പോ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതായത് പേര് പരിചയപ്പെടുത്തുമ്പോ ഇദ്ദേഹം ഞെളിഞ്ഞു എന്ന് പറയുന്നത് എന്റെ പേര് രാധാകൃഷ്ണ പിള്ള, അല്ലെങ്കിൽ ഞാൻ രാധാകൃഷ്ണ മേനോൻ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാധാകൃഷ്ണ കുറുപ്പ് എന്നൊക്കെയാണ് ഇവർ തള്ളി വിടുന്നത്. ഇവർക്ക് രാധാകൃഷ്ണൻ എന്ന് പറയാമല്ലോ, പക്ഷെ ഇവര് രാധാകൃഷ്ണ പിള്ള എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ജാതിവാല് ചേർത്ത് തന്നെയാണ് ഇവരെവിടെയും ചെന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നത്. അതിൽ ഇവർക്ക് യാതൊരുവിധ ഉളുപ്പുമില്ല. പക്ഷേ ഈ മഹേഷ്, സുനി അല്ലെങ്കിൽ രാജേഷ് പോലെയുള്ള പേരുകള് അതിനകത്തൊന്നും നമുക്ക് പെട്ടെന്ന് ജാതി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് പുലയനാണോ, കുറവനാണോ, വേടനാണോ, ഈ പറയുന്ന ഈഴവനാണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ രാധാകൃഷ്ണ പിള്ള വന്ന് കയറുമ്പോൾ ഉണ്ടാവുന്ന അന്തരീക്ഷം എന്താണെന്ന് നമുക്ക് സ്വയമേ ഒന്ന് ആലോചിക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ആ ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് വരുന്ന രാധാകൃഷ്ണ പിള്ളയാണോ ജാതി കൊണ്ടുവരുന്നത്? അവിടെ നിൽക്കുന്ന ഈ മറ്റ് ജാതികളിൽ പെടുന്ന താഴേക്കിടയിലുള്ള ആൾക്കാരാണോ ജാതി കൊണ്ടുവരുന്നത് എന്നുള്ളത്? ജാതിബോധം ഉണ്ടാവുന്നല്ലോ. ആ ജാതിബോധം വിളിച്ചു അവർ കൊണ്ടുവരുമ്പോഴേ ജാതിയായിട്ടാണ് അവർ കടന്നു വരുന്നത്. കാരണം വെച്ചാൽ നിങ്ങളെല്ലാം അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. തീർച്ചയായും. അല്ല, ഈ മാന്യ RSSകാരൻ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നമ്മളാണ് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് ജാതി കൊണ്ടുവരുന്നെന്നാ പറയുന്നത്. ജാതി സൃഷ്ടിച്ചതും ജാതിയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതും എല്ലാം അവരെ തന്നെയാ. അല്ലാതെ ഇത്രയും നാളായിട്ടും അങ്ങനെ തന്നെ ഇല്ലേ? അല്ല, അത് മാത്രമല്ല, ഈ ജാതി വ്യവസ്ഥയെ സൃഷ്ടിച്ചതിലോ ഈ മനുസ്മൃതിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ ഇന്നും പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തി. അതായത് അദ്ദേഹം ഞെളിഞ്ഞ് നിന്ന് പറയുന്നുണ്ട് ഞാൻ നായരാണെന്ന്. ഈ നായർ എന്ന് പറയുന്ന പേര് പോലും മാറ്റിയത് മനുസ്മൃതിക്ക് എതിരാണ്. കാരണം നായർ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പുരാണങ്ങളിലോ എഴുതപ്പെട്ടിട്ടില്ല. അവര് ശൂദ്രൻ എന്ന് തന്നെയാണ് അവർ പറയുന്നത്.
അപ്പൊ ശൂദ്രൻ എങ്ങനെയാണ് നായരാണെന്നുള്ള ആയത് എങ്ങനെയാണെന്ന് ഈ വ്യക്തി പറയുന്നതുമില്ല. ഈ വീഡിയോയിൽ ഉടനീളം അതിനെപ്പറ്റി പറയുന്നില്ല. ചരിത്രബോധം വേണം. ചരിത്രബോധം മാത്രമല്ല, അവർക്കറിയാം ഈ ശൂദ്രൻ എന്ന് പറയുന്ന സമൂഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെ എങ്ങനെയാണ് ഹിന്ദുമതം കൊണ്ടു നടന്നത് എന്ന ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും ഈ നെകളിപ്പ്. അതാണ്. നമുക്ക് അടുത്ത ഒരു ജസ്റ്റ് നോക്കാം. ഈ 2 മക്കളെ വളർത്തുവാൻ വേണ്ടി രാപ്പകല് 100 രൂപയ്ക്ക് വേണ്ടി ചായക്കടയിൽ എച്ച് ക്ലാസ് കഴിയ നായരായ ഒരു അച്ഛന്റെ മകനാണ്. വീട്ടിലെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി പകൽ അന്ത്യോളം പാടത്ത് പണിയെടുക്കുന്ന ഒരു നായരമ്മ എനിക്കുണ്ട്. നിന്റെയൊക്കെ അടിച്ചമർത്തലിന്റെ കഥ കുറേയായി കേൾക്കുന്നു. ഇനി ഞാൻ പറയാം. ഈ നാട്ടിൽ ഇന്ന് നിങ്ങൾക്ക് സംവരണമില്ലാത്ത ഏത് മേഖലയാണുള്ളത്? പഠിക്കുന്ന കാലം മുതൽ കാണുന്നതാണ്. ഒരു സ്കോളർഷിപ്പ് വന്നാൽ അവിടെ സംവരണം. എന്തിനും ഏതിനും നിങ്ങളുടെ ഈഗോ കലർന്നുള്ള ജാതിയെ താഴ്ത്തി കിട്ടുമ്പോൾ ഇതിന്റെ പേരുള്ള സംവരണം വേണ്ട എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ മേഖലകളും, അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും തിങ്ങി ഞെരിഞ്ഞ് പട്ടികജാതിക്കാരൻ നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോ എല്ലാ മേഖലകളിലും നമുക്ക് സംവരണം ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അനീഷിന് എന്താണ് അതിനെ പറ്റി പറയുന്നത്? അത് വെറും പറച്ചിൽ മാത്രം സംവരണം ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇടപെടൽ നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നവ അത് വേറെ രീതിയിൽ കാണും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫണ്ട് ഇപ്പം പറയുന്നത് പട്ടികർക്ക് അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾക്ക് ഇത്ര ഫണ്ട് അനുവദിക്കുന്നു. ഈ ഫണ്ട് പോലും കിട്ടാതെ അത് വഴിമാറ്റി ചെലവഴിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ നിന്നല്ല എവിടെയും കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. അന്നേരം ഇത്ര നിലയില് നമ്മൾ സാമൂഹ്യപരമായിട്ട് മുന്നോട്ട് വരാൻ പാടില്ല, വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരാൻ പാടില്ല, അങ്ങനെ പലതരത്തിലും തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തി പറയുന്നത് ഇവിടെ സംവരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ സമൂഹം മാത്രം, അതായത് SC/ST സമൂഹം മാത്രമാണെന്ന് പറയുന്നത്. അതായത് SC/ST, OBC, OEC, അത് തന്നെ ജനറൽ എന്നിങ്ങനെ തരംതിരിച്ചാണ് സംവരണം ഉള്ളത്. സംവരണത്തിൽ SCക്ക് 8%, അത് 108 ജാതികൾക്കാണ് 8% ഉള്ളത്. STക്ക് 2% ഉള്ളൂ. അതുപോലെ തന്നെ OBCയിലും OECയിലും ഉള്ള ഈഴവർക്ക് 14% സംവരണമുണ്ട്. മാന്യ RSSകാരെ ഇത് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ ഇടയ്ക്കിടത്ത് ഞെളിഞ്ഞു നിന്നിട്ട് പട്ടികജാതിക്കാർക്ക് മാത്രമേ സംവരണം കിട്ടൂ എന്നുള്ള ഈ ഉഡായിപ്പ് RSS വാദം ഉണ്ടല്ലോ, അത് നിങ്ങൾ RSS ശാഖയിൽ മാത്രം നടത്തിയാൽ മതി. അപ്പുപ്പൻ താടി പറന്നു പോകുന്ന ഒരു ലാഘവത്തോടെ നമ്മളത് കാണുകയുള്ളൂ. കേരളത്തിൽ ഇന്ന് അത്യാവശ്യം സാമാന്യമായിട്ട് സാമൂഹ്യ ബോധമുള്ളവർ തന്നെയാണ് ഇന്ന് വളർന്നു വരുന്നത്. അതുകൊണ്ട് ഈ ഉഡായിപ്പ് ന്യായങ്ങൾ മൊത്തം ദയവ് ചെയ്ത് ചാണകങ്ങളുടെ ശാഖയ്ക്കുള്ളിൽ നടത്തുക. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം എത്ര ശതമാനം സംവരണം ഉണ്ടെന്നുള്ളത് നീ കേൾക്കണം. നാടാർ ക്രിസ്ത്യൻ 2%, മുസ്ലിമിന് 12% ഉണ്ട് ഇവിടെ സംവരണം. ലാറ്റിൻ ക്രിസ്ത്യനും സംവരണമുണ്ട്. അവർക്ക് ലാറ്റിൻ ക്രിസ്ത്യന് 4% ഉള്ളത്. പരിവർത്തിത ക്രിസ്ത്യന് 1%, വിശ്വകർമ്മ 3%, ധീവര 1%, മറ്റ് പിന്നോക്ക ജാതികൾക്ക് 3%. ഇനി സവർണന്റെ സംവരണവും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ LDF സർക്കാർ. അത് 10% സംവരണം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് സാമ്പത്തിക സംവരണം. അതുവഴി നിന്റെയൊക്കെ ബന്ധുക്കളും നിനക്കൊപ്പമുള്ള ശാഖയിലുള്ള ചാണകസംഖ്യകളും മൊത്തം അതിനകത്ത് ഇടിച്ചു കയറുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 40% ജനറൽ സംവരണം എന്നിങ്ങനെയാണ് ഈ സംവരണത്തിന്റെ ഈ തോത് പോകുന്നത്. 8%-വും 2%-വും ഉള്ള ദളിതരും ആദിവാസിയും നിങ്ങൾക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടായി മാറുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നീ മറുപടി പറയണം. നിനക്ക് ആർജവമുണ്ടെങ്കിൽ നീ മറുപടി പറയണം. അതുപോലെ തന്നെ എല്ലാവരുടെയും അർഹിക്കുന്ന സ്ഥാനമാണ് ദളിത് ആദിവാസി സമൂഹം തട്ടിയെടുക്കുന്നതെന്നാണ് നീ പറയുന്നത്. നീ അതിന്റെ തെളിവ് ഉൾപ്പെടെ നിനക്ക് നിരത്താൻ തയ്യാറുണ്ടോ? നിന്റെ പക്കൽ എന്ത് തെളിവാണുള്ളത്? ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ വിവരാവകാശം വെച്ച് തെളിയിച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിനക്ക് എന്ത് വിവരാവകാശവും എന്ത് തെളിവാണ് നിന്റെ പക്കലുള്ളതെന്നുള്ളത് നിനക്ക് പറയാമോ? അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥാനങ്ങൾ ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ള, അതായത് സർക്കാർ ഗവൺമെന്റ് സർവീസിൽ എത്ര പിന്നോക്കക്കാരുണ്ടെന്ന് കൂടി നീ വെളിവാക്കണം. അതായത് നിലവില് സർക്കാർ നിയമനങ്ങളിൽ ഇപ്പോ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളവര്, അതുപോലെ പോലീസ്, ആർമി, ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, LDC, UDC, സിവിൽ സർവീസ്, ടീച്ചേഴ്സ്, ശാസ്ത്രജ്ഞർ എന്നിവയുടെ ഈ മേഖലകളിലൊക്കെ തന്നെ. ഇനി അതൊന്നും വേണ്ട, നമ്മൾ സംസാരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ഈ കേരളത്തിലുടനീളം ബസ് സർവീസ് ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ്. എത്ര ബസ് പട്ടികജാതിക്കാർക്ക് ഉണ്ടെന്ന് നീ ഒന്ന് പറയാമോ? ഇവിടെ ബസ് സർവീസ് നല്ല രീതിയിൽ ലൈൻ വെച്ച് പോകുന്നുണ്ടല്ലോ. പട്ടികജാതിക്കാർക്ക് എത്ര ബസ്സുണ്ട്? അതുപോലെ തന്നെ ജുവല്ലറി ഷോപ്പുകൾ, ഹോട്ടൽ,
അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിൽ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീ കാറിൽ സഞ്ചരിച്ചിട്ട് പട്ടികജാതി സമൂഹത്തിന് എത്ര ഹോട്ടലുകളുണ്ട്, എത്ര ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് കൂടി നീ വെളിവാക്കണം നീ. അതുപോലെ തന്നെ കേരളത്തിൽ ആകെ സ്ഥാപനങ്ങളിൽ ഈ 2% മാത്രമാണ് ഗവൺമെന്റ് സംവരണം അനുവദിച്ചിട്ടുള്ളത്. അവിടെ മാത്രമാണ് SC/ST സംവരണത്തിന്റെ പേരിൽ ആ സംവരണ വ്യവസ്ഥയിൽ പോലും പകുതിയുടെ പകുതി പോലും ഇവിടെ നടപ്പാക്കുന്നില്ല എന്നുള്ളത് കൂടി നീ മനസ്സിലാക്കണം. ഇനി ഇവൻ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ഷൻ തന്നെ നോക്കുക. ഇവിടുത്തെ സംവരണ സീറ്റിൽ അല്ലാതെ ഏത് മേഖലയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആണ് SC/ST സമൂഹത്തിന് സീറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് നിനക്കൊന്ന് വ്യക്തമാക്കാമോ? അതായത് ജനറൽ സീറ്റ് നിന്നുകൊണ്ട് എത്ര പട്ടികജാതിക്കാര് ഈ കേരളത്തിലുടനീളമുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചിട്ടുണ്ട്? SC/ST എന്ന് പറയുന്ന ആ ഒരു സംവരണ MLA-മാരല്ലാതെ നിനക്ക് ചൂണ്ടിക്കാണിക്കാമോ? എന്തുകൊണ്ടാണ് ഇന്ന് ദളിതുവാസികൾ കാട്ടിൽ തന്നെ താമസിക്കുന്നത്? നിന്റെയൊക്കെ നായർ സമുദായത്തിൽപ്പെട്ട എത്ര പേര് കാടുകളിൽ താമസിക്കുന്നുണ്ട്? വനമേഖലയ്ക്കുള്ളിൽ, അതായത് കഴിഞ്ഞ കോൺഗ്രസ് പാർട്ടി വെടിവെച്ചിട്ടിരുന്ന ആദിവാസികളിൽ ഒരു നായർ പോലും ഇല്ല എന്നുള്ളത് നീ ഓർക്കണം. നീ മറക്കാതെ നീ ഇത് ഫുള്ള് നീ വീഡിയോ കേൾക്കണം. നിന്നെ കേൾപ്പിക്കാതെ ഇവിടുന്ന് വിടില്ല. നല്ല മാർക്ക് നേടിയിട്ടും സംവരണക്കാരന്റെ റിസർവേഷൻ കാരണം അഡ്മിഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. എന്തിന് അടുത്തിരിക്കുന്ന സംവരണക്കാരനായ വില്ലേജ് ഓഫീസറുടെ മകൻ 10 കിലോ അരി മേടിക്കുമ്പോൾ പട്ടിണിക്കാരനായി ഈ ഉന്നത കുലജാതൻ വായു വിരലിട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും അധിക്ഷേപത്തിന് മാത്രം ഒരു കുറവില്ല. അതായത് കക്ഷി പറയുന്നത് ഉന്നത കുലജാതനാണെന്ന് അവൻ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്. ഈ ശൂദ്രൻ എങ്ങനെയാണ് ഉന്നത കുലജാതനായത് എനിക്ക് മനസ്സിലാവുന്നില്ല. മോനെ, ശൂദ്രന്റെ ചരിത്രം നിനക്ക് സാമാന്യം എഴുതാനും വായിക്കാനും അറിയാവുന്നുണ്ടെങ്കിൽ മന്നത്ത് പത്മനാഭന്റെ ചരിത്രം എടുത്ത് വല്ലപ്പോഴും ഒന്ന് വായിക്കുക. നിനക്ക് അപ്പം മനസ്സിലാവും നീ എങ്ങനെ ഉന്നത കുല വാഴയായെന്ന്. ഉന്നത കുലജാതൻ എന്നൊന്നും ഞാൻ പറയത്തില്ല, ഉന്നത കുല വാഴ, അത്രയും മതി. നിനക്ക് ചേരുന്ന പേര് അത് തന്നെയാണ്. ഇത് അനീഷിന് എന്താ ഇതിന്റെ ഒരു? എനിക്ക് അതിനകത്ത് പറയാനുള്ളത് വെച്ചാല് ഇപ്പം ഈ വായില് വിരലിട്ടുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത് നമ്മള് വേറെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇതുണ്ടല്ലോ. ശരിക്കും പറഞ്ഞ ഈ താഴെ തട്ടിലുള്ള ജനവിഭാഗം എത്രത്തോളം പട്ടിണി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആരറിയുന്നു ഇവിടുത്തെ? ഈ നായർ വിഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് അവര് പറയുക ഇല്ല, ഇവൻ പറഞ്ഞ അതല്ല. ഇവൻ പറയുന്നത് ഗ്ലാസ് കഴുകിയെന്നാ പറയുന്നത്. ഇവന്റെ അച്ഛൻ ഒരു ഹോട്ടൽ നടത്തിയെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഈ കേരളത്തിൽ ഉടനീളമുള്ള ഹോട്ടലുകൾ മുഴുവൻ സവർണ സമുദായത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിംസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട, അതിലൊന്നും SC/ST പെട്ട ഒരു ചായക്കട പോലും, അഥവാ ചായക്കട ഉണ്ടെങ്കിൽ തന്നെ അതിൽ കയറി ചായ കുടിക്കത്തില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കക്ഷി പറയുന്നത് ചായ ഗ്ലാസ് കഴിയുന്ന. ഇയാള് ചായ ഗ്ലാസ് കഴിയതല്ല, ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഹോട്ടൽ ഉണ്ടായിരുന്നു. ഈ ചായ ഗ്ലാസ് കഴിയുന്നതിന് ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജോലിക്ക് ആളെ നിർത്താമല്ലോ, അവര് കഴുകിക്കോളുമല്ലോ. ഇവർ ഇത്ര ബുദ്ധിമുട്ടിയതെന്തിനാ അവൻ പറയുന്നത്? എന്നിട്ട് പറയുന്നത് ഉന്നത കുലജാതനാണെന്ന്. ഇതാണ് ഞാൻ ചോദിച്ചത്. ഇവര് പറയുന്ന ഒരു വാക്കില് ഒരു പട്ടിണിയുടെ കാര്യം പറഞ്ഞു വരുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ പട്ടിണി അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അല്ലാതെ മറ്റ് സമൂഹങ്ങളല്ല. അതുപോലെ തന്നെ നമ്മുടെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇവിടെ പട്ടിണി മരണം നടക്കുന്ന ഒരു സംസ്ഥാനം കൂടെ കേരളം എന്ന് പറയുന്നത്. ഇത് ഈ നായർ വിഭാഗത്തിലാണോ ഈ പട്ടിണി മരണം നടക്കുന്നത്? പട്ടിണി മരണം നടക്കുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അത് തിരിച്ചറിയാതെ ഇങ്ങനെ പറയുന്നതിൽ എന്ത് അടിസ്ഥാനം? കറക്റ്റ്. ആദിവാസി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി മൂലം മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹത്തിൽ തന്നെയാണ്. ഇതുപോലെ തന്നെ പട്ടികജാതിയിലും ആദിവാസികളുണ്ടാകും. കാരണം ഈ നമ്മൾ പല കുട്ടികൾക്കും പോഷകാഹാരക്കുറവിന്റെ പേരിൽ ഇതില്ലാതെ കുട്ടികളെ വളർച്ച മുരടിക്കുന്നത് ഒരു രീതി, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന മറ്റൊരു രീതി. ഇങ്ങനെ ഇത്തരം ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ മേഖലയിലും ഒരു അവസ്ഥ അനുഭവിച്ച ജനവിഭാഗമാണ്. അത് മാത്രമല്ല, പിന്നെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളൊക്കെ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഒരു നായരെ എനിക്ക് തോന്നുന്നില്ല. ഈ അമുൽ ബേബിയുടെ കണക്കാണ് ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അമുൽ ബേബി ഒന്നും അല്ലത്. ക്യാമറയുടെ മുമ്പിൽ വന്ന് കണ്ണും തള്ളിയിരിക്കുക. എനിക്ക് തോന്നുന്നൊരു മൂട്ടയുടെ അത്രയും പോലും ഇല്ലെന്നാ തോന്നുന്നത്. നാക്ക് പക്ഷേ MAക്കാ പഠിക്കുന്നത്. നാക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. കൂടുതലാ അവർക്ക് കണക്കിടാവും. അല്ല, അത് മാത്രമല്ല, ഈ വോയിസ് സംസാരിച്ചിട്ട് ഇത് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. അതായത് ഒരിക്കലും പെട്ടെന്ന് ശ്രദ്ധിക്കരുത്. എന്തു പറയുന്നത്, ഈ ഒട്ടകത്തിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോടെ ഞൂന്നങ്ങ് പോകുമെന്ന് പറഞ്ഞാണൊക്കെ സംസാരിക്കുന്നത്. പതുക്കെ സംസാരിച്ചാൽ മതി മകനെ. നീ എന്തിനാ എത്ര കാലത്ത് സ്പീഡ് കാണിക്കുന്നത്? നിനക്ക് എല്ലാത്തിനും മറുപടി തന്നിട്ട് നമ്മൾ ഇവിടുന്ന് എഴുന്നേക്കുള്ളൂ. വീഡിയോ വെച്ച് ലെങ്ത് ആവും എന്നുള്ളത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം അമ്മാതിരി ചാണക വർത്തമാനമാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്.
നമുക്ക് സത്യം പറയുന്നത് അത്ഭുതമൊന്നുമില്ല, ചിരി വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. വിഡിത്തമാണ് ഈ ഇരുന്ന് വിളമ്പുന്നത്, അതാണ് അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാണ്. എന്തിനും ഏതിനും ജാതിയും സ്വബോധവും വർണ്ണവും തൊലിയുടെ നിറവും ഒക്കെ കലർത്തുന്നവർ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒന്നാമത്തെ വിഭാഗം ഒന്നിനും കഴിവില്ലാതെ ആത്മവിശ്വാസമില്ലാത്തവർ. അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തതിന്റെ കാരണം മറ്റുള്ളവരാണ്. തങ്ങൾ മറ്റുള്ളവർ, അതായത് പിന്നെ സ്വയം നമ്മൾ കുറഞ്ഞവരാണ്, അപകർഷതാ ബോധം, ഇതാണ് ഇവൻ പറയുന്നത്. അതായത് കേരളത്തിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഒന്നും പറയുന്നില്ല, നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഇവിടെ പൂജാരിമാരായിട്ട് കുറെ ആൾക്കാർ പുതിയതായിട്ട് LDF സർക്കാർ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് പേരറിയില്ല, അനീഷിന്റെ പേരും വല്ലതും അറിയാമോ? അപ്പൊ അതിലൊരു 3 പൂജാരിമാരുടെ അവസ്ഥ ഇന്ന് ഏറ്റവും അതിനേക്കാളും നല്ല അന്തസ്സായിട്ട് പിന്നെ അട്ടപ്പാടിയിൽ ആദിവാസികൾ ജീവിക്കുന്നുണ്ട്. അതിനേക്കാളും ഖേദകരമാണ് ഇന്ന് അവരുടെ അവസ്ഥ. പൂജാരി ആണെന്നും പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യം വരുന്നുണ്ട്, TV-യിലൊക്കെ പരസ്യം വരുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതാവസ്ഥ എന്താണെന്ന് മോൻ പോയി ആദ്യം ഒന്ന് അന്വേഷിക്കണം. വെറുതെ വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ 5 രൂപയുടെ മൊബൈൽ എടുത്തു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിലല്ല കാര്യം, സമൂഹത്തിലേക്ക് ഇറങ്ങണം. ആദിവാസി സമൂഹത്തിനും ഉള്ളിലും അതുപോലെ ദളിത് സമൂഹത്തിനും ഉള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ പഠിക്കണം. ശാഖയിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, അവരുടെ ആഹാരം എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വസ്ത്രം എങ്ങനെയാണ്, ഇതൊക്കെ അങ്ങോട്ട് നേരിട്ട് പോയി പരിശോധിക്കണം. അവരുടെ വീട് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ വീടിന് എത്രമാത്രം ചോർച്ചയുണ്ട്, അവരുടെ വീടിന് എത്ര മുറികളുണ്ട്, ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഈ തോളെ കൈയിട്ട് നടക്കുന്നത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. ശാഖയിൽ വരുമ്പം ചിലപ്പം മോൻ ചിലപ്പോൾ ഈ കൂടെയുള്ള കൂട്ടുകാരാണെന്നും പറഞ്ഞിട്ട് തോളെ കൈയിടുമായിരിക്കും. ഈ തോളെ കൈയിട്ടെന്നും പറഞ്ഞൊന്നും ഈ ജാതി പോത്തില്ല മോനെ. ജാതി വർക്ക് ചെയ്യുന്ന ഈ തലയ്ക്കുള്ളിലാണ് കേട്ടാ. അതുകൊണ്ട് ഈ വക ഊളത്തരം മനസ്സിൽ വെച്ചിരിക്കണം. ഇനി അതെടുത്ത് അലക്കരുത്. അലക്കി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളവർ ഇനിയും വരും വീഡിയോയില്. എന്താ അന്വേഷണം പറയാനുള്ളത്? ഒന്നുകൂടെ കേൾപ്പിക്കാം. അതായത് ജാതിയും സ്വബോധവും വർണ്ണവും തൊലിയുടെ നിറവും ഒക്കെ കലർത്തുന്നവർ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒന്നാമത്തെ വിഭാഗം ഒന്നിനും കഴിവില്ലാതെ ആത്മവിശ്വാസമില്ലാത്തവർ. അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തതിന്റെ കാരണം മറ്റുള്ളവരാണ്. തങ്ങൾ മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നവർ ആണെന്നും തങ്ങൾ മനസ്സിലായില്ലേ? അതായത് ഒരു വിധം നല്ല രീതി പിന്നെ വരാൻ ആഗ്രഹിക്കുന്നവരെയും കൂടെ നമ്മൾ ജാതിയുടെ പേരിൽ അവരെ നെഗറ്റീവ് ആക്കി സ്വയം കൊള്ളരുതാത്തവരാണെന്ന് ഇല്ലാതാക്കുകയാണെന്നാണ് പറയുന്നത്. മെയിനായിട്ട് അതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ അപകർഷതാബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർവികകാലം തൊട്ട് അടിച്ചമർത്തപ്പെട്ടോണ്ട് പേരിൽ ശരിയാ പകുതി വളരെ ചുരുക്കം പേരേ ഉള്ളൂ സാമൂഹിക രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അത് അതിനെ പോലും മോശമാക്കിക്കൊണ്ട ഇപ്പം വേടനും ഒരു അപകർഷബോധം എടുത്തു കളഞ്ഞ ഒരാളാ. തീർച്ചയായും അതാ നമ്മൾ വേറെ ഒരു എക്സാമ്പിളിലേക്ക് പോണ്ട, നമ്മൾ വേടന്റെ കാര്യത്തിലേക്ക് മാത്രം വരാം. കറക്റ്റ് കാര്യം, വേടൻ അന്തസ്സോടെ അവന്റെ കഴിവ് സ്വന്തമായിട്ട് പാട്ട് എഴുതി അവൻ തന്നെ ട്യൂൺ ചെയ്ത് അവൻ തന്നെ പാടുവാണ്. ഇതിനകത്ത് അവൻ ഒരു അപകർഷബോധവും ഇല്ല, അവൻ അന്തസ്സോടെ നിന്നാണ് ഓരോ സ്റ്റേജും പെർഫോമൻസ് ചെയ്യുന്നത്. നിനക്ക് എന്താണ് കുഴപ്പം? ഇതാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു രീതി വരുന്നതിലെ ഒരു പ്രധാന കാഴ്ചയല്ലേ, ഇപ്പം ഒരു പട്ടികജാതിപ്പെട്ട ആരായാലും തന്നെ ഒരു നല്ല വസ്ത്രം ധരിച്ച് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പോഴേ 100 ചോദ്യങ്ങളാ. അവ അത്രയ്ക്ക് ആയോ, അവ ഇങ്ങനെ ആയോ, കൊടുക്കാനോ ആയോ, എന്ത് പറഞ്ഞാലും കുറ്റമാണ്. കുറ്റമുണ്ട്. അതല്ല വേറെ കോമഡി ഉണ്ട്. അതായത് നമ്മളിനി നല്ലത് ചെയ്താലും ഇവരുടെ മുന്നിൽ നമ്മളൊരു ചോദ്യചിഹ്നം കണ്ടോ, അവൻ അഹങ്കരിക്കുകയാണെന്ന് പറയും. അഹങ്കാരം. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതെ വീടിനുള്ളിൽ ഇരുന്നാ പറയാം അവനെ കൊണ്ടൊന്നും കൊള്ളത്തില്ലെന്നേ, അവൻ ശരിയല്ല, അവൻ എന്തുവാ ഒരു മടിയൻ, അവൻ സ്വയം അങ്ങ് ഇല്ലാതാവുക, അവൻ സ്വന്തം ജാതി പറഞ്ഞിട്ട് അവൻ അങ്ങ് ഇല്ലാതാവുക എന്നാ പറയുന്നത്. ഇവര് പറയരുത് എന്താണ് ദളിത് സമൂഹം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം ശാഖയിൽ പഠിപ്പിക്കും. അതേ പറയാനുണ്ട്. ഈ പറയുന്ന വർക്കൗട്ട് ഉണ്ടല്ലോ, അതായത് ഈ ഒരു സമൂഹം ഉണരുത് അല്ലെങ്കിൽ ഉയർന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഈ പറയുന്നവരെന്ന് പറയുന്നത്. കാരണം അതിന് വേറൊരു ഉദാഹരണമാണ് ഈ വാൽമീകി സമുദായം. അത് കേരളത്തിലല്ല, ഞാൻ വേറെ വാൽമീകി സമുദായത്തെ പറ്റി അറിയാം. അന്നേരം അവിടുത്തെ പട്ടികജാതിക്കാര് അവിടുന്ന് വളരെ നല്ല രീതിയിൽ ഉന്നതി പ്രാപിച്ചു വന്നു. ഇത് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ സവർണ സമൂഹങ്ങൾക്ക് ഇത് തീരെ ഒത്തുവന്നില്ല. അതായത് ഇവര് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ രീതിയിലും മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന നല്ല വസ്ത്രം ഉടുത്തേക്കുന്ന അതേ മനോഭാവം ഇവർക്ക്. അല്ല, അതിന് വേറെ എക്സാമ്പിൾ ഉണ്ട് അനീഷേ.
ഇപ്പം രേണു സുധി എന്ന് പറയുന്നിട്ട് ഒരു സ്ത്രീ ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഈ രേണു സുധിയുടെ തോളയിൽ ഇവര് തന്നെയാണ് കയറുന്നത്. RSS സംഘപരിവാറിന്റെ ആ ശൈലി. വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ അതിശയത്തോടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാർ ചിലപ്പോ ഒരു പക്ഷെ ഇവരെയൊക്കെ ആക്ഷേപിക്കുമായിരിക്കും, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഈ സംഘപരിവാറിനെ പിൻപറ്റി തന്നെ അവര് പോകുന്ന വഴിയെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് കൂടി ഇവരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം എന്തുവാ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ്, അവരൊരിക്കലും യാതൊരുവിധ ജോലി, നല്ല ജോലി അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി അന്തസ്സോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്, ഇതൊന്നും ഒരു ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് ചേരുന്നതല്ല. ഈ സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ അറിയാലോ, അവര് ഇപ്പോഴും വിശ്വാസിയാണ്. അവർക്ക് യാതൊരു കാരണവശാലും ഭരണഘടന അല്ലെങ്കിൽ ഒരു ജനാധിപത്യം, ഒരു മതേതരത്വം, ഇതൊന്നും ഇവർക്കുള്ള ചിന്തയിലേ ഇല്ല. ഉണ്ടെങ്കിൽ അവർ ഈ രേണുസുധി എടുത്ത് ഇങ്ങനെ പറയത്തില്ല. എന്നിട്ട് ഇവൻ തന്നെയാണ്, ഈ RSS സംഘി തന്നെയാണ് പറയുന്നത് അപകർഷതാബോധം, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം താണ ജാതിയാണെന്ന് സ്വയമേ വിചാരിച്ച് സ്വയമേ ഇല്ലാതാകുന്നു. എന്റെ പൊന്ന് ചാണകസംഘി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അന്തസ്സോടെ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വരുന്നത്. നിങ്ങൾ അവരെ തളർത്താതിരുന്നാൽ മതി. അവർ ഒരു കാരണവശാലും ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല ഒരു കാര്യങ്ങളും ചെയ്യുന്നത്. അവർ നിയമപരമായിട്ട് എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ വിമർശിക്കാം. അവർക്കെതിരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹർജി സമർപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്യാം. അതൊന്നും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു വ്യക്തിയെ എന്തിന്റെയെങ്കിലും പേരിൽ, ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ നിങ്ങൾ വിമർശിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനിത് പറയാൻ പൂർത്തിയാക്കില്ല. ഈ പറഞ്ഞൊരു ഇത് ഇന്ത്യൻ സമൂഹത്തിൽ നടക്കുന്ന ഇത് തന്നെയാണ്, ഈ പറഞ്ഞ ആളുടെ സംസാര ശൈലി ഇത് തന്നെയാണ്. അതായത് ഒരു സമൂഹത്തിന്റെ മനോഭാവമാണ് ഒരു വ്യക്തിയിലൂടെ വരുന്നത്. ഇതാ ഇവിടെ കാണേണ്ടത്. അതിന് ഉദാഹരണം ഞാൻ ഈ വാൽമീകി സമുദായത്തിന്റെ കാര്യം പറയുന്നത്. ഇത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നടന്നു വെച്ച് കഴിഞ്ഞാൽ ആ വാൽമീകി സമുദായത്തെ ഏറിയ ഫുള്ള് ഇവര് അഗ്നിക്കിരയാക്കി എന്നുള്ളതാണ്. അതായത് ഒരു സമൂഹത്തിനോടുള്ള ആ വൈരാഗ്യം ഉണ്ടല്ലോ, അതല്ല ഒരു വർഷം കൊണ്ടാവത്തില്ലേ? അത് ഒരുപാട് തമിഴ്നാട്ടിലല്ലേ? തമിഴ്നാട്ടിലാണോ? അല്ല, ഇത് എനിക്കറിയാം, ഞാൻ വാർത്ത ശ്രദ്ധിച്ചതാ. ഞാനിത് ഒരു സമൂഹത്തിന്റെ അങ്ങനല്ല സംഭവം, അങ്ങനല്ല അനീഷേ. ഇത് വർഷങ്ങൾക്ക് മുമ്പേ നടന്നതാ. അതിന്റെ കേസിന്റെ വിധിയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് അതിന്റെ കേസ് വിധിയായത്. ആ വിധിയാണ് ഇപ്പം എത്രയോ ആൾക്കാരെ ശിക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയാണെന്ന് തോന്നുന്നു അതിന്റെ ഉത്തരവ് വന്നത്. എനിക്കറിയാം. അന്നേരം ഈ വിഷയം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിനുള്ള മനോഭാവം. പക്ഷെ ഇവിടെ വാൽമീകി സമുദായം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അവര് വിദ്യാഭ്യാസം നേടി, ഉദ്യോഗം നേടി, പുരോഗതി പ്രാപിച്ച്, അപ്പോഴാർക്കായിരുന്നു അപകർഷാബോധം വന്നത്? ആർക്കാ കണ്ണേടി വന്നത്? മെയിനായിട്ട് അങ്ങനെ നമുക്ക് പറയേണ്ടത്. അത് ഈ സവർണ സമൂഹം തന്നെയാണ് ഇതിന്റെ കണ്ണടി എന്ന് പറയുന്നത്. ഇന്നും നമുക്കത് കാണാം. നല്ല വസ്ത്രം എടുത്താലും, നമ്മളൊരു വണ്ടി എടുത്താലും ഉടനെ ചോദ്യങ്ങളാ 100 കൂട്ടം. ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം എന്തുവാ? അല്ല, ഇവരെന്തിനാണ് നമ്മളെ, അതായത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയാ, ഇവർ ആജ്ഞാപിക്കുകയാണ്. ഇവര് പറയുന്ന സർക്കിളിനുള്ളിൽ നിങ്ങൾ നിൽക്കണം, ഈ വരയ്ക്കുള്ളിൽ നിങ്ങൾ നിൽക്കണം. ഇവര് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കിൾ എന്ന് പറയുന്നത് ആ ഭരണഘടനയിലെ ഉള്ളില് നമ്മൾ എപ്പോഴും തളയ്ക്കപ്പെട്ടു. ഇതാണ്, അതായത് പട്ടിയുടെ ഈ രീതിയിൽ അവിടെ കെട്ടിവിട്ട് നമ്മൾ പോകരുത് കാരണം അടിമച്ചങ്ങലകള് കിടക്കണം. അവരുടെ കൈകളിൽ നിന്ന് നമ്മൾ മോചിതരാകാൻ പാടില്ല. അത് പോയാൽ തന്നെ തലച്ചോറിനുള്ളിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. അന്നേരം ഈ അടിമച്ചങ്ങലകൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. ഒരു പട്ടി കെട്ടിട്ട് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്തുവാണെന്ന്. അന്നേരം ഇത് അനുഭവിക്കുന്ന ആരാ? അല്ല, അവരുടെ അത് മാത്രമല്ല, നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചങ്ങലയൊന്നും കാണത്തില്ല. പക്ഷെ ഇവർക്കുള്ള തലച്ചോറിനകത്തുള്ളില് ഈ ഒരു സംഭവം ചിന്ത എപ്പോഴും ഉണ്ടാവും. കാരണം ഈ വേടം പറയുന്നത് യഥാർത്ഥത്തില് അടിമത്തത്തിന്റെ കാര്യങ്ങളും നിലവിൽ അനുഭവിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പം കൊള്ളേണ്ട ആവശ്യം ഇവർക്കില്ല എന്നുള്ളതാ. അതാണ് കറക്റ്റ്. ഇവർക്ക് കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. ഇവര് കൊള്ളേണ്ട ആവശ്യമല്ല. കാരണം ഇവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടക്കാരാ. ആണോ? ശരി, ഇരകളാണ് നമ്മള്, അവരാണ്. അതാണ് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് കൊള്ളേണ്ട ആവശ്യമില്ല. ഇരയൊന്ന് തിരിഞ്ഞു നിന്ന് ഇത്രേ ഉള്ളൂ. വേട്ടക്കാരന് പേടി. ഇതേ സംഭവിക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത് കേൾക്കാം. ജീവിത പരാജയത്തിന് കാരണം സമൂഹത്തിൽ ജീവിത വിജയം നേടിയവരാണെന്നും ഇതൊക്കെ കരുതിയാണ് ഇക്കൂട്ടർ ജീവിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം രാജ്യത്തെ ഒരു നിയമവും പാലിക്കാൻ കഴിയാത്തവരാണ്. നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടാൽ ഉടൻ ജാതി കാടങ്ങണം. എന്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര സംഭവമാണ് കേട്ടോ. അതായത് ഈ RSS സംഘപരിവാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും നമുക്ക്
ഒരു മഷി ഇട്ട നോക്കിയാൽ പോലും ഇവരുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് സത്യസന്ധരാണ്, ജനാധിപത്യവാദികളാണ്, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്നേഹമൊക്കെ ഇങ്ങനെ ഒലിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ക്രിമിനൽ പശ്ചാത്തലം ഇല്ല. അവര് നിയമങ്ങൾ അനുസരിക്കും. കാരണം നമ്മളാണല്ലോ ഇതെല്ലാം പ്രശ്നം. ഈ നാട്ടിലെ ഈ രാജ്യത്തെ ഭരണ സംവിധാനവും ഇവിടുത്തെ സിസ്റ്റങ്ങളും എല്ലാം പ്രശ്നം നമ്മളാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അവർക്ക് കൊല്ലുന്നതിന് നിയമങ്ങളും ഇല്ല. പശുവിന് എന്തെങ്കിലും ചെയ്താൽ അതിന് ഒരു പ്രശ്നമില്ല. ഇല്ലല്ല, കാരണം അവര് ഭാരതാംബയുടെ കീഴിൽ ജീവിക്കുന്നോണ്ട് അവര് ജനിക്കുമ്പോഴേ പുണ്യവാന്മാരാണ്, എല്ലാത്തിലും ഉയർന്ന സ്ഥാനമുള്ളവരാണ്. പിന്നെ കൊലപാതകം ന്യായീകരിക്കാൻ ഒരു ഭഗവത്ഗീത ഗ്രന്ഥമുണ്ട്. ദൈവത്തിന്റെ മുന്നിലൊക്കെ അവരിട്ട് പീഡിപ്പിച്ചു കൊല്ലും. പീഡിപ്പിച്ച് കൊന്നിട്ട് അവര് ഞെളിഞ്ഞങ്ങ് നിൽക്കും, ഞങ്ങള് യാതൊന്നും അറിഞ്ഞില്ല, നമുക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഭഗവത്ഗീതയുടെ ഭയങ്കര ഫാൻസ് ആണ് ഇവര് മെയിനായിട്ട്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യിപ്പിക്കണം, കൃത്യമായിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതാ. അപ്പോഴേ ഇത് കൃത്യമായിട്ട് പഠിച്ച് പാസ്സാക്കി അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപമായാലും ഒറീസ കലാപമായാലും ബാബറി അതൊന്നല്ല കോമഡി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആരുമില്ല, പ്രധാനമന്ത്രി ഒഴികെ. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഈ ഒരു സംഭവം മതി, പ്രധാനമന്ത്രി ഒഴികെ ആർക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല. ഇത്രയേ ഉള്ളൂ. പാലിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ കൊല്ലാം, തല്ലാം, എന്ത് വേണേലും ചെയ്യാം. അവര് നല്ലവരാണ്. ഇത് ഈ ദേവന്മാരും അസുരന്മാരും പോലുള്ള കാര്യമായി. വേറെ ഒന്നുമില്ല. രാജ്ഭവനുള്ളില് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള രാജ്ഭവനുള്ളില് ഭാരതാംബ ഒരു കാവി കോണവും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കൊണ്ടുവച്ചിട്ട് ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ സംഖ്യകളാണ് ഈ കേരളത്തിലുള്ളത്. നിന്നെയൊക്കെ പിന്നെ എന്തുവാ പറയേണ്ടത്? എന്നിട്ട് അത് മാത്രമല്ല, ഭരണഘടന നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മനുസ്മൃതി വരണം എന്ന് ആഗ്രഹിക്കുന്നവരും കൂടെ ഇവര്. ഇല്ല, മനുസ്മൃതി ഇവർക്ക് പിന്നെ കുറെ സംസ്ഥാനങ്ങളിലൊക്കെ പുതുതായിട്ട് അതിന്റെ കോപ്പികൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ചെയ്യും, പക്ഷെ ഭരണഘടന അവർക്ക് വേണ്ട. പക്ഷെ അവര് പറഞ്ഞാൽ നമ്മള് നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്നതാ ഇവരുടെ പ്രശ്നം. ഈ നാട്ടിലെ ഈ രാജ്യത്തെ കൊലപാതകങ്ങൾ എടുത്തു കഴിഞ്ഞാല് അപ്പൊ തീരും. കുഴപ്പമൊന്നുമില്ല, വേണം, വെയിറ്റിംഗ് ആണ് നിനക്കൊക്കെ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഒരെണ്ണം വരാണ്ട്, ഒരു 10 തല വരാണ്ട്. അപ്പൊ ഇതിന്റെ 100 ഇരട്ടി പൊട്ടും. അത് ഞങ്ങൾ കാണാതിരിക്കുക. നമുക്ക് അടുത്തതിലേക്ക് പോവാം. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവർ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ചിന്തകളാണത്. ഈ ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശാപം. നീ അടിച്ചമർത്തപ്പെട്ടവനാണ്, നിന്റെ നിറം ഇതാണ്, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം സമൂഹത്തിൽ ജീവിത വിജയം നേടിയവരാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ച് ഇവർ ആശ്വാസം കണ്ടുകൊണ്ടേയിരിക്കും. ആത്മവിശ്വാസം നൽകി ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കേണ്ടതിന് പകരം അവരുടെ ആത്മവിശ്വാസം നശിപ്പിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കുന്നവരാണ് ഈ കൂട്ടർ. ബിൽഗേറ്റ്സിന്റെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. ഇഫ് യു ബോൺ പുവർ ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് ഇഫ് യു ഡൈ പുവർ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ഇതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ. ഇവൻ ഉദാഹരണം എടുത്തത് ഏതോ ഒരു വിദേശത്ത് കിടക്കുന്ന ഒരു തോട്ട്സ് എടുത്തോണ്ട് വന്നാ ഇവിടെ ഇരുന്ന് ഉദാഹരിക്കുന്നത്. നിനക്ക് ഹിന്ദു മതത്തിലങ്ങ് ഒന്നും ഇല്ലേടെ എടുത്ത് ഉദാഹരിക്കാൻ? നീ എന്തിനാ വിദേശത്തോട്ട് പോന്നേ? പിന്നെ ഉപനിഷത്തും ഹിന്ദു മതത്തിനുള്ളിലെ രാമായണവും മഹാഭാരതത്തിലൊക്കെ കിടക്കുന്ന ഒരു തോട്ട്സ് എടുത്ത് അലക്കിയാ പോരെ? നീ എന്തിനാ ഈ വിദേശത്തോട്ട് പോന്നേ? അതുപോലെ ഈ അംബേദ്കറിന്റെ പേരൊക്കെ എന്തിനാണ് നീ പറയുന്നത്? അംബേദ്കർ ഹിന്ദു മതമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ തലവേദനയായിരുന്നു നീയൊക്കെ. ഹിന്ദു മതമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തലവേദന. ഡൈനാമിറ്റ് വെച്ച് പൊട്ടിക്കണമെന്നാണ് അംബേദ്കർ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ത്യയിലുള്ള എല്ലാ അംബേദ്കർ വാദികൾക്കും അറിയാം, അംബേദ്കറിനെ അറിയുന്നവർക്കും അറിയാം. നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കാണത്തില്ല. കാരണം നിങ്ങൾ ഈ അംബേദ്കറിന്റെ ചിന്തകളും ആശയങ്ങളും എടുത്ത് കഷത്ത് വെച്ചോണ്ട് കൊടുക്കത്തേ ഉള്ളൂ, അതെടുത്ത് വായിക്കത്തില്ല. ഓക്കെ, മാത്രം കുറ്റമാണ്. അതിനുവേണ്ടി ജീവിത വിജയം കണ്ടെത്തിയവരെ കുറ്റം പറയുന്നത് എന്ത് കാര്യത്തിനാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ജോലിയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ 50 മുതൽ 60 വരെ. ഇത് നിങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലേ? അതൊക്കെ എന്തിനാ ഞങ്ങളടുത്ത് പറയുന്നേ? OBC ആണ് നരേന്ദ്രമോദി, പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതാണ് ദ്രൗപദി മുർമു, അതുപോലെ തന്നെ രാംനാഥ് കോവിന്ദ്. ഇവരൊക്കെ നിങ്ങൾ പറയുന്ന വോട്ട് പിടിക്കാനാണെന്നാണ് നല്ല പിന്നെ കുറച്ചൊക്കെ ബുദ്ധിയും വിവരമുള്ള RSകാർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നീ എന്തിനാണ് ഈ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഇത് വലിയ അഭിമാനത്തോടെ സംസാരിക്കുന്നത്? കാരണം ഇന്ത്യയിലുള്ളവർക്ക് അറിയാമല്ലോ ഈ വ്യക്തികളെ എങ്ങനെയാണ് ഈ രാജ്യത്തെ NDA സർക്കാർ അല്ലെങ്കിൽ BJP RSS സംഘപരിവാരം ഈ ദളിത് ആദിവാസികളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നുള്ളത്. നമ്മളൊരു 25 കൊല്ലം മുമ്പല്ലല്ലോ ജീവിക്കുന്നത്. സെക്കൻഡുകൾക്കൊക്കെ ഇന്ന് എല്ലാ അപ്ഡേറ്റ്സും നമ്മളിന്ന് അറിഞ്ഞുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ ഊളത്തരം കയ്യിൽ വെച്ചിരിക്കുക. ഓക്കെ, വോട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിച്ചോ, അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. സംവരണം ഈ രാജ്യത്ത് ലഭിക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായി നിങ്ങൾക്ക് തോന്നുന്നു. അത് നിങ്ങളുടെ കഴിവില്ലായ്മയാണ്, മനോഭാവത്തിന്റെ കുഴപ്പമാണ്. കഞ്ചാവ് കേസിലും
സുഹൃത്തെ, യാതൊരു അപകർഷബോധവുമില്ല. അതിന് എക്സാമ്പിളാണ് ഇപ്പം ഈ വേടനിലൂടെ നിനക്കൊക്കെ കുരു പൊട്ടിയിരിക്കുന്നത്. ദയവേത് ഈ സ്വയം ഒന്ന് നല്ല രീതി ബാത്റൂമിൽ ഇരിക്കുമ്പോഴെങ്കിലും നല്ല രീതി ഒന്ന് ആലോചിച്ചു പോകും. നിങ്ങൾക്ക് എവിടെയാണ് കുരു പൊട്ടിയെന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കുക. അപ്പൊ കാര്യം ഇതിന് ഉത്തരം കിട്ടും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ 4-5 വട്ടമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോക്കകത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. 4-5 വട്ടം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ഫുള്ള് വീഡിയോയിൽ ഇത് തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. സ്ത്രീകൾക്കെതിരെ അക്രമം നടത്തിയ കേസിലും അറസ്റ്റിലാവുമ്പോൾ ജാതിക്കാടും തൊലിയുടെ നിറവും ഒക്കെ ഇറക്കി സവർണ ഗൂഢാലോചന, ബ്രാഹ്മണിക്ക ഹെജിമണി എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പരാജയം തന്നെയാണ് നിങ്ങൾ. ഇതിനകത്തൊരു പ്രശ്നമുണ്ട് അനീഷേ. അതായത് ഉം. ഇപ്പൊ ഇന്ത്യയിൽ ഈ ദളിത് അട്രോസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും ദുരുപയോഗം ചെയ്യുന്നത് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ തെറ്റ് ചെയ്താലും ശരി, ആ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ കേസ് നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഊരി മാറാൻ വേണ്ടി ഇവര് പറയും ഞാനൊരു ദളിത് ആയോണ്ടല്ലേ, SC ആയോണ്ടല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനെ ചൊല്ലി അനീഷിന് എന്താ പറയാനുള്ളത്? അട്രോസിറ്റി കേസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് അത് ചിലർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന്. ദുരുപയോഗം ചെയ്യുന്നത് മാത്രമല്ല, യഥാർത്ഥത്തില് ഈ ഇത്ര ഒരു സംവിധാനം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന അനീതി തന്നെയാണ്. കാരണം നമ്മളൊരു 10 കേസ് എടുത്തു പോയി കഴിഞ്ഞാൽ അതിനകത്ത് 9 കേസും വേറെ രീതിയിൽ പോകുന്നുള്ളതാണ്. നമ്മൾ യാതൊരു തടസ്സവും പറയുന്നില്ല. അതായത് ദളിത് അട്രോസിറ്റി കേസ് വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി തന്നെ നിങ്ങൾ പ്രതിയെ ആ പിന്നെ കള്ളമാണോ അല്ലെങ്കിൽ ശരിയല്ല തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള എല്ലാവിധ സിസ്റ്റവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടുത്തെ IPS ഉദ്യോഗസ്ഥരായാലും കമ്മീഷണർ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പായാലും ഇതിലൊന്നും തന്നെ ദളിത് സമൂഹത്തിന് യാതൊരുവിധ അധികാരവും ഇല്ല. അപ്പോൾ അഥവാ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഒരു ദളിത് അട്രോസിറ്റിയെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ട് അദ്ദേഹത്തെ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ ഉൾപ്പെടുത്തിയാൽ പോരെ. എന്താണ് പ്രശ്നം? നമ്മൾ ആരെങ്കിലും തടസ്സം പറഞ്ഞു? കേസ് കൃത്യമായിട്ട് അന്വേഷിക്കുക. ആ വ്യക്തി പ്രതിയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക. നമ്മളിപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ദളിത് അട്രോസിറ്റിയെ പിന്നെ ഇപ്പൊ ഞാനൊരു കാര്യം ഇപ്പൊ ഈ മാന്യ വ്യക്തിയുടെ സമൂഹം ആരും കള്ളം പറയത്തില്ലെന്നാ തോന്നുന്നത്. അവരൊക്കെ എല്ലാം തികഞ്ഞവരാണ്, എല്ലാം കൊണ്ട് ഉയർന്നവരാണ്, പരിശുദ്ധാത്മാക്കളാണ്. അവരാരും തന്നെ കള്ളം പറയാറേ ഇല്ല. കള്ളം മൊത്തവും നമ്മളാണ് പറയുന്നത്. ഓക്കെ, അനീഷിന് അതിനെപ്പറ്റി എന്താ പറയുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറിയൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ട് അത് വലുതെന്തോ സംഭവം എന്നുള്ള രീതിയില്ല ആ പുള്ളിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് എനിക്ക് ന്യായീകരണമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അതങ്ങനല്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ നിയമം പോലെ ഉണ്ടാക്കിയത് ഒരു സമൂഹത്തിന്റെ മേലിലുള്ള ആക്രമണം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ആ നിയമം കൊണ്ടുവന്നത്. അന്നേരം ആ നിയമം എന്തുകൊണ്ട് ഇവിടുത്തെ സവർണ സമൂഹങ്ങൾക്കില്ല? കാരണം എന്തുകൊണ്ടാ? അവരിരകളല്ല. ഈ ഇരകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു നീതിപീഠം ഉണ്ടായത്, അല്ലാതെ വേറൊന്നിനു വേണ്ടിയല്ലല്ലോ. അപ്പോഴിങ്ങനെ നടക്കുന്ന സമയത്ത് ഇവര് പറയാ കള്ളക്കേസിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. പക്ഷെ ഈ മരണപ്പെടുന്നവന്റെ കണക്ക് ഇവർക്ക് ഇതിന് കൃത്യമായിട്ടുള്ള പഠനം നടത്തി ഇതിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തി തന്നെയാണ് ഈ ദളിത് അട്രോസിറ്റി ആക്ട് നടപ്പിൽ വരുന്നത്. ആ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ആൾക്കാർ എന്തായാലും ചാണകങ്ങളല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതില് ഈ മധുവിന്റെ കേസ് തന്നെ എടുക്കാം. ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ, അല്ലാതെ മെന്റലി പ്രശ്നമുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഇവിടുത്തെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ കൂട്ടത്തോടെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു കേരള സമൂഹമല്ലേ ഇത്? എന്നിട്ട് അവരെ എന്ത് ചെയ്തു? പ്രതികൾ എവിടെ? എന്നിട്ട് അത് ഉദാഹരണം മാത്രമാ. അങ്ങനെ എത്രയോ ആദിവാസി വാളയാർ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും കള്ളം പറഞ്ഞോ? ആരും കള്ളം പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഈ 4 വയസ്സ് 5 വയസ്സും 6 വയസ്സുള്ള കുട്ടികള് ആ ഒരു ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് തലയ്ക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അട്രോസിറ്റി ദുരുപയോഗം ചെയ്യുന്നതല്ലേ പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, കേസ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ദളിത് അട്രോസിറ്റി പ്രകാരമുള്ള കേസാണ് അല്ലെങ്കിൽ അവരെ പിന്നെ പ്രതി ചേർത്തോളൂ, യാതൊരു പ്രശ്നമില്ല. പക്ഷേ എവിഡൻസ് ഉള്ള 90% കേസുകളും തള്ളിക്കളയാണ് ചെയ്യുന്നത്. യാതൊരുവിധ അന്വേഷണവും നടത്താതെ പ്രതിയാക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് നാളെ ഇതുവരെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സാമ്പിളാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ മഹാഭാരതത്തിലും രാമായണത്തിലും നടക്കുന്ന കഥകളല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നടന്നിട്ടുള്ള കേരളത്തിലെ കഥകൾ തന്നെയാണ് പറഞ്ഞ അനീഷ്. ഇതിനകത്ത് ഈ അട്രോസിറ്റി ഇത് പറഞ്ഞില്ലേ, ചെറിയൊരു പ്രശ്നം ഇവര് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ ഈ ഒരു അടിസ്ഥാന ജനവിഭാഗം അനുഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം ആ കൊലപാതക പരമ്പര ഇന്നും അരങ്ങേറുന്നുള്ളതാ. അതിൽ ഏറ്റവും ഇപ്പൊ അറിയപ്പെടുന്ന മധുവിന്റെ കൊലപാതകമാണ്. അന്നേരം ഇത് ഇന്നൊന്നിലെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊലപാതക പരമ്പര ഇവിടെ ഉണ്ട്.
അതിന് ഇവൻ എന്ത് മറുപടിയാ പറയുന്നത്? അല്ല, ഇതിനകത്ത് വേറൊരു ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇവിടെ സാമ്പത്തിക സംവരണം ഈ അല്ലെങ്കിൽ സംവരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിലപ്പിലാക്കിയെന്ന് പറയുന്നു. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് പാർട്ടി ആവട്ടെ, ഇവിടുത്തെ ബ്രാഹ്മണര് എന്ത് സമരം ചെയ്തിട്ടാണ് ഈ ഒരു സാമ്പത്തിക സംവരണം ഇവിടെ നടപ്പിലാക്കിയത്? അപ്പോ ബ്രാഹ്മണന്റെ എല്ലാ കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റിന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആദിവാസികളായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് താഴെയുള്ള പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിലെ ഒരു കുടുംബങ്ങളെ കുറിച്ചും ഇവിടുത്തെ സർക്കാരിന് യാതൊരുവിധ പഠനങ്ങളും ഇല്ല. പക്ഷെ ഒരു സമരം പോലും, ഒരു പ്രതിഷേധം പോലും നടത്താത്ത ബ്രാഹ്മണ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും പട്ടിണിയും ഒക്കെയാണ് ഇവിടുത്തെ നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് തന്നെയാണ് വേടൻ ഈ ഗാനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ജാതി എന്ന് പറയുന്നത്. എനിക്ക് അതിനകത്ത് ഈ അട്രോസിറ്റി കേസ് തന്നെ എനിക്ക് ഉള്ളത്. കാരണം ഈ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ഒരു സമൂഹത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ് രൺബീർ സേന എന്ന് പറയുന്നത്. ഇവിടെ രൺബീർ സേനക്ക് ഇവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടുത്തെ പട്ടികജാരെ കൊല്ലാൻ വേണ്ടി സൈന്യം രൂപീകരിച്ചതാണ് രൺബീർ സേന. അത് കൊലപാതകം നടത്തിയിട്ട് ഇവര് ആ ഒരു രീതിയൊന്നും ഇവിടുത്തെ മറ്റു സമൂഹങ്ങളും ചെയ്തിട്ടില്ലല്ലോ. സവർണ സമൂഹങ്ങൾ എന്തിനാ അങ്ങനെ പട്ടികക്കാരെ കൊണ്ട് കൊല്ലാൻ വേണ്ടി മാത്രമേ സൈന്യം രൂപീകരിക്കേണ്ട ആവശ്യം എന്തോ? ഇത് ഇവിടെ ഭരണഘടന നിലവിലിന് ശേഷം പറയുന്നത്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അരങ്ങേറുന്ന സ്ഥലത്ത് കേരളത്തിൽ ഇത് തന്നെ സ്ഥിതി. ഈ നായർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എങ്ങനെയാണ് രൂപം കൊണ്ടത്? അതിന് ചരിത്ര പശ്ചാത്തലം എന്തുവാ? അത് കൃത്യമായിട്ട് ഇവിടുത്തെ ചരിത്രം പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ജൈന ബുദ്ധ മതത്തിനെതിരായിട്ടുള്ളൊരു സൈന്യം രൂപീകരിച്ചു. ആ സൈന്യം രൂപീകരിച്ചത് മൊത്തം നായർ പടയാളികൾ എന്ന രീതിയിലാണ്. നായർ എന്ന വാക്കൊന്നും അല്ല. പകരം ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ കൊന്നെടുക്കാൻ വേണ്ടി സൈനിക രൂപീകരിച്ച ഒരു സമൂഹമാണ് നായർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ രൺബീർ സേനയും ഇവിടുത്തെ ബൗദ്ധ ജൈന മതത്തെ കൊന്നെടുക്കാൻ വേണ്ടി ഇത്ര സൈന്യ രൂപീകരണമൊക്കെ നടത്തേണ്ട ആവശ്യത രണ്ടും തമ്മിൽ എന്തോ വ്യത്യാസം? ഇവിടെ ഇന്ന് നടത്തുന്നവരില്ലേ? ഇന്ന് ഇവിടുത്തെ പട്ടികക്കാരായാലും പട്ടികവർഗക്കാരും 6 അടി കൊണ്ടാ ചാവുന്നത്. ഇവിടുത്തെ മേൽജാതിക്കാരായിട്ടോ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിക്രമം നേരിട്ട് ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പം കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവും. ഇന്ത്യയിൽ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു, ആരറിയുന്നു? പക്ഷെ ആരുടെ കൈകൊണ്ടാ മരിക്കുന്നത്? ഇതൊന്നും ഇവിടുത്തെ ഈ സമൂഹം തിരിച്ചറിയത്തില്ല. കാരണം നമ്മൾ പ്രതികരിക്കുമ്പം അത് ഇരവാദം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തെ തെറ്റിദ്ധരിക്കുന്ന സംഭാഷണ ശൈലി ഇതല്ല. കൂടുതൽ ഞാൻ ഇനി സംസാരിച്ച് എന്തായാലും ഇപ്പൊ തന്നെ ഏകദേശം നല്ലൊരു ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.